കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം. തന്റെ രക്തം നമുക്ക് വേണ്ടി മറുബലിയായി നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ. കർത്താവിന്റെ മഹത്വമുള്ള സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനായി ദൈവം കൃപ ചെയ്തല്ലോ. അല്പം വൈകിയതിൽ ക്ഷമാപണം. മറ്റൊരു ക്ലാസ്സിലായിരുന്നത് കൊണ്ടാണ്. നമ്മൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം എനിക്ക് ലഭിച്ചിരുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ സാത്താൻ ഇല്ല, സാത്താനെ ബന്ധിച്ചിരിക്കും. പിന്നെ അതുകൊണ്ട് പാപം ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ യാ 542 ക്ലാസ്സിൽ നിന്ന് യുക്തിയിൽ നിന്നും ചോദിക്കുന്നു, 1000 ആണ്ട് വാഴ്ചയിൽ സാത്താന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ പാപമില്ല, പോലീസ് സ്റ്റേഷൻ ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സമ്പൽ സമൃദ്ധിയിലും സമാധാനത്തോടെയും ഇരിക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിലെ റോൾ എന്തായിരിക്കും? നല്ല ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ പരസ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും കൂടെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രയോജനമായിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ സാത്താനോ പാപമോ ഇന്നത്തെ പോലെയുള്ള മറ്റ് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഭരണാധിപന്റെ ആവശ്യമെന്ത് എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ കണ്ടു അവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്, ദ ഗവർണൻസ്, ദ മോഡ് ഓഫ് ഗവർണൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. കർത്താവായ യേശുക്രിസ്തു രാജാവായി അല്ലെങ്കിൽ രാജാധിരാജാവായി അഥവാ എംപറർ, ചക്രവർത്തിയായിട്ട് ഭരിക്കും. ക്രിസ്തുവിന്റെ കീഴിൽ പ്രഭുക്കന്മാരും നാടുവാഴികളും ഒക്കെ ഉണ്ടാവും. യെശയ്യാ 32 1 വാക്യം, ഐശയ്യാ 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. കണ്ടോ, രാജാവ് നീതിയോടെ വാഴുമ്പോൾ തന്നെ പ്രഭുക്കന്മാർ അധികാരം നടത്തും, ന്യായത്തോടെ അധികാരം നടത്തും. യിരെമ്യാവ് 31:21, 30:21, ജെറമയ 30:21, 30:21. വായിച്ചോ. Set up road signs, put up guideposts, take note of the highway, the road that you take. Return, O Virgin Israel, return to your towns.
Their prince shall be one of themselves. Their ruler Yeah. shall come out from their midst. I will make him draw near, and he shall approach me. For who would dare of himself to approach me, declares the Lord. Yes. Their governor, their rulers, they will come out of them. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവരുടെ അധിപതി, ഗവർണർ, അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഇവിടെ എല്ലാം ആ ഭരണ സംവിധാനം നമ്മൾ കാണുന്നു. യേശുക്രിസ്തു ചക്രവർത്തിയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രഭുക്കന്മാരായി, അധിപതിമാരായി കർത്താവിന് പകരം പലരും ഭരണം നടത്തും. അപ്പോ അവിടെ സാത്താൻ ഇല്ല, അവിടെ പാപമില്ല, പോലീസ് സ്റ്റേഷനോ കോടതിയോ വക്കീലോ ഒന്നുമില്ല. അപ്പോൾ തന്നെ ക്രിസ്തുവിന് പകരമായിട്ട് ആധിപത്യം നടത്തുവാൻ കർത്താവ് ചിലരെ നിയമിക്കും. അത് പ്രശ്നമുള്ളത് കൊണ്ടല്ല, ആ ഭരണ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. To make it sure everything is fine, everybody is righteously ruled, everything is in its positions, just to supervise. Because people are still living in the physical body. ശരീരത്തിലാണ് ഈ 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകൾ. ഈ ജഡശരീരത്തിൽ തന്നെയാണ്, മർത്യമായ ദേഹത്തിൽ തന്നെയാണ്. അവർ സർവവ്യാപികളല്ല. അവർ ഓരോ പ്രദേശങ്ങളിലാണ് പാർക്കുന്നത്. അപ്പോൾ ഇത് രാജാവിൻ്റെ കടമയിൽപ്പെട്ടതാണ്, രാജധർമ്മത്തിൽപ്പെട്ട കാര്യമാണ്. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടെ അവിടെ എല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒന്നത്. മറ്റൊന്ന് കർത്താവിൻ്റെ വാഗ്ദത്തവുമാണല്ലോ. കർത്താവിൻ്റെ വാഗ്ദത്തവുമാണ്. ആ വാഗ്ദത്തവും നിവർത്തിക്കപ്പെടണം. അപ്പോസ്തലന്മാരോട് തന്നെ കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ മത്തായി 19:28 കണ്ടതാണ്. സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. മാത്യു 19:28 സകലവും വിട്ട് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. So this is the responsibility of the king, the emperor, to make it sure that everything is peacefully being carried out. Everybody is supervised, not because there are problems, issues, but part of governance. ഇത് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്, പ്രശ്നപരിഹാരത്തിന് വേണ്ടി അല്ല. എല്ലാറ്റിൻ്റെയും സുഗമമായ മേൽനോട്ടത്തിനും നടത്തിപ്പിനും വേണ്ടിയാണ് നാടുവാഴികളും ഭരണാധിപന്മാരും പ്രഭുക്കന്മാരും അധിപതികളും ഒക്കെ അടങ്ങുന്ന
ആ ഭരണ സംവിധാനത്തെ വിന്യസിക്കുന്നത്. 2, വിശുദ്ധന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി. 3, സാത്താൻ ഇല്ലെങ്കിലും പാപം വസിക്കുന്ന ജഡമാണുള്ളത്. പക്ഷെ ആ പാപത്തിന്റെ സ്വഭാവം അവിടെ പുറത്തെടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അതിന് സാഹചര്യം വരുമ്പോൾ വീണ്ടും ഇവരിൽ നല്ലൊരു ശതമാനം യേശുക്രിസ്തുവിനോട് മത്സരിക്കും. അതുകൊണ്ട് ഇവരുടെ മേൽ ഒരു ദൃഷ്ടി ഇപ്പോഴേ വെക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. They are still in the physical body in which sin dwells. Therefore, there is a natural tendency to rebel against Christ. But the influence of sin, that means the Satan is now no more, and therefore there may not be such rebellions. But still, it is God's responsibility as the king to keep a watch on them, that they are still under Christ's loyalty. Just to prove it. ജഡത്തിലാണ് വസിക്കുന്നത്, പാപജഡത്തിൽ. അപ്പൊ പാപം ചെയ്യാനുള്ള സ്വാഭാവികമായ ഒരു താല്പര്യം ഇവർക്കുണ്ടാകും. പക്ഷെ പാപത്തിനായിട്ട് ഇവരെ ഉത്സാഹിപ്പിക്കുന്ന, ഇവരെ മത്സരിക്കുന്ന, ഇവരെ വഞ്ചിക്കുന്ന സാത്താൻ ഇല്ലാത്തത് കൊണ്ട് ആ നിലയിൽ അവർ പുറത്തോട്ട് അവരുടെ മത്സരം കൊണ്ടുവരില്ല. അതുകൊണ്ടും കൂടെ ഇവരുടെ മേൽ ഒരു ദൃഷ്ടി വെക്കേണ്ടത് ഭരണാധിപന്റെ കടമയിൽപ്പെട്ടതാണ്. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, if David will again be ruling, he will be assisted by the saints, including the church, the apostles, the nobles, and the princes and judges. ഒന്ന് നോക്കിക്കോളൂ. 1 Corinthians 6 verse 3, 1 കൊരിന്ത്യർ 6:3 നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന്റെ സഭ ദൂതന്മാരെ വിധിക്കുന്നതിനെ കുറിച്ച്. എടുത്തുവെങ്കിൽ ഒന്ന് വായിച്ചു വിട്ടേക്കൂ. Do you not know that we will judge angels? How much more the things of this life? നാം ദൂതന്മാരെ വിധിക്കും. അപ്പോൾ ദൈവസഭ ലഭിച്ച പ്രതിഫലങ്ങൾക്കനുസരിച്ച്, വിശുദ്ധന്മാരുടെ പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്കനുസരിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ദൈവസഭാംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ ദാവീദ് ഭരിക്കുമെങ്കിൽ ദൈവസഭയുടെ ഒരു സഹായം ആ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരിക്കും. ഇനി ദാവീദല്ല എങ്കിൽ പോലും ദൈവസഭയ്ക്ക് ആ ഭരണത്തിൽ ഒരു പങ്കുണ്ട്. സെക്കൻഡ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തലന്മാർക്ക് ഈ ഭരണത്തിൽ ഒരു പങ്കുണ്ട്. മാത്യു 19:28, മത്തായി 19:28 നമ്മൾ
ഇപ്പോൾ പറഞ്ഞ ഭാഗമാണ്. കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മഹാതേജസ്സോടുകൂടെ വരുമ്പോൾ നിങ്ങളും അവനോടുകൂടെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് യഹൂദ ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെയും ന്യായം വിധിക്കും. മൂന്നാമത്തേത് നോബിൾസ്. നമ്മളിപ്പോൾ വായിച്ച യിരെമ്യാവ് 30:21, ജെറമായ 30:21 നമ്മളിപ്പോൾ വായിച്ച ഭാഗമാണ്. അവിടെയും നമ്മൾ കണ്ടു പ്രഭുക്കന്മാരും അധിപതിമാരും ഒക്കെ ആയിട്ട് അവരുടെ പ്രഭു, അധിപതി എന്നൊക്കെയാണ് നാം അവിടെ വായിക്കുന്നത്. നോബിൾസ്, ഗവർണേഴ്സ്. നാലാമത്തേതാണ് പ്രിൻസസ്, പ്രഭുക്കന്മാർ. യെശയ്യാ 32:1, ഐശയ്യാ 32:1, എസെക്കിയേൽ 45:8-9, യെഹെസ്കേൽ 45:8-9 വാക്യങ്ങൾ. അവിടെയെല്ലാം നാം പ്രിൻസസ്, പ്രഭുക്കന്മാർ എന്ന് കാണും. പ്രഭുക്കന്മാർ. ആൻഡ് ദെൻ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഈസ് ജഡ്ജസ്, ന്യായാധിപന്മാർ. സെഖരായ 3:7, സെഖരിയാവ് 3:7, ഐശയ്യാ 1:26, യെശയ്യാവ് 1:26. ഏതെങ്കിലും ഒരു വാക്യം വായിക്കാം. This is what the Lord Almighty says. If you walk in my ways and keep my requirements, then you will govern my house and have charge of my courts, and I will give you a place among these standing here. അവിടെയും ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 4-5 കൂട്ടരായിട്ട് വിശുദ്ധന്മാരെ, അതായത് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെ കർത്താവ് 1000 ആണ്ട് വാഴ്ചയിലായിരിക്കുന്ന ജനതയുടെ മേൽ നിയമിക്കും. അതോടുകൂടെ എല്ലാം സുഗമമായി രാജാവിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തും. ഈ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ അല്പകാലത്തെ കഴിച്ചുവിടേണ്ടതാകും. അന്നവൻ ഭൂലോകത്തിലൊക്കെ ഊടാടി നടന്നിട്ട് കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ജനത്തെ യേശുക്രിസ്തുവിനെതിരായിട്ടാണ് നിരത്തുന്നത്. അന്ന് കളവായ ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലും ഇല്ലാതാക്കാനാണ് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ പ്രഭുക്കന്മാർ, അധിപതിമാർ, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്നത്. കളവായിപ്പോലും പിശാചിനോ അവന്റെ കൂട്ടർക്കോ തിന്മ പറവാൻ ഇടം കൊടുക്കാതിരിക്കേണ്ടതിന്. ഈ വിധമായ ഉദ്ദേശങ്ങളോടുകൂടെയാണ് ഈ ഭരണ സംവിധാനം ഇങ്ങനെ ദൈവം 1000 ആണ്ട് വാഴ്ചയിൽ ക്രമീകരിക്കുന്നത്. ഇതുവരെ ഉള്ളതിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ആവർത്തിക്കേണ്ടതുണ്ടോ? സ്തോത്രം. ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ സമയത്തെ ഭൂമിശാസ്ത്രമാണ്, ജിയോഗ്രഫി ഓഫ് മില്ലേനിയൽ കിങ്ഡം. ആ സമയത്തെ നമ്മൾ നേരത്തെ ഭൂപ്രകൃതി നോക്കി, ഇപ്പോൾ ഭൂമിശാസ്ത്രം, ജിയോഗ്രഫി.
പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നോക്കുന്നത് യെരുശലേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാലസ്റ്റൈൻ, ഫസ്റ്റ് ഓഫ് ഓൾ പലസ്തീൻ അഥവാ കനാൻ നാട്, ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത നാടാണല്ലോ ഈ പലസ്തീൻ അഥവാ കനാൻ നാട് എന്ന് പറയുന്നത്. നോഹയുടെ മകനായ ഹാമും കൂട്ടരും പോയി പാർത്ത ദേശം അത്. ഹാമിന്റെ മക്കളിൽപ്പെട്ടതാണ് മിസ്രൈമ്യരും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് ഹാമിൻ ദേശം വിട്ടു പോകുന്നു. അപ്പം മിസ്രൈം ദേശം എന്നർത്ഥത്തിലാണ് അവിടെ പാടുന്നത്. അപ്പൊ അങ്ങനെ ഹാമിന്റെ മക്കൾ കനാനും കൂട്ടരും വന്ന് കുടിയേറി പാർത്തതാണ് ഈ കനാൻ നാട്. അങ്ങനെയാണ് അതിന്റെ കനാൻ എന്ന് പേര് വന്നത്. ആ കനാന്റെ തലമുറയിൽ പെട്ട പല കനാന്യ വംശങ്ങളും ഉണ്ടായിരുന്നതിൽ ഫെലിസ്തീയർ ശക്തന്മാരായിരുന്നു. അവരുടെ നിമിത്തമാണ് ഇതിന് ഫിലിസ്തീയ ദേശം എന്ന നിലയിൽ പാലസ്റ്റൈൻ എന്ന് പേര് വന്നത്. ഇപ്പോഴത്തെ പലസ്തീനികൾ ഒറിജിനൽ പലസ്തീനികൾ അല്ല. അന്നത്തെ പലസ്തീനികളെ അഥവാ കനാന്യരെ ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും നീക്കി. അതിനുള്ള കാരണവും നമുക്കറിയാമല്ലോ. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുത്തതിന്റെ കാരണം അറിയില്ലേ? അതിക്രമക്കാരുടെ അതിക്രമം. അതെ, അതേ സംബന്ധിച്ച് ആദ്യത്തെ പ്രവചനമെന്നോ വാഗ്ദത്തമോ എന്നോ പറയാവുന്നത് നോഹ ഹാമിനോട് പറയുന്ന കാര്യമാണ്. നോഹ മദ്യപിച്ചെന്ന് പറയുന്നത് ശരിയല്ല, വീഞ്ഞു കുടിച്ച് മത്തനായി കിടന്നു, വസ്ത്രമൊക്കെ ഒന്ന് മാറിക്കിടന്നപ്പോൾ അത് കണ്ട ഹാം അല്ലെങ്കിൽ ഹാമിന്റെ മകൻ കനാൻ താനാണ് ചെന്ന സഹോദരന്മാരോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിഞ്ഞ നോഹ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ 39 അധ്യായം 18 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് ഉള്ളത്. അതിന്റെ 24 When Noah awoke from his wine and found out what his youngest son had done to him, he said, "Cursed be Canaan, the lowest of slaves. He will be to his brothers. Will he be?" കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും. ശേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് പറഞ്ഞു. അപ്പൊ കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതിനുള്ള മൂല കാരണം ഇവിടെയാണ്. കനാൻ ഹാമിന്റെ മകനാണ് കനാൻ. നാം അത് 10 വാക്യം മുതൽ കാണുന്നുണ്ട്. 10 verses 6 following. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ.
പിന്നെ താഴോട്ടവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 15-ാമത്തെ വാക്യം തൊട്ട് 10-15 ഫോളോയിങ് അവിടെ വീണ്ടും കാണുന്നു, കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോരിയൻ, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. കനാന്യവർഗങ്ങളെ ജനിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കനാൻ നാടിനെ അവകാശമാക്കി പാർക്കുന്നു. എന്നാൽ നോഹ നിമിത്തം ഹാമിന്റെ മേലും കനാന്റെ മേലുമുള്ള ശാപം അല്ലെങ്കിൽ പ്രവചനം നിവൃത്തിയാകുന്ന കാലമാണിത്. അതിന് വെറുതെ അവരെ നീക്കിക്കളയാനും പറ്റില്ല. നാം ഉൽപ്പത്തി 15:16 കണ്ടിട്ടുണ്ട്, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യർ ആരാണെന്ന് നമ്മളിപ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചു. കനാന്റെ അല്ലെങ്കിൽ ഹാം, കനാൻ എന്നിവരുടെ തലമുറയിൽപ്പെട്ടവരാണ്. അവരെ നീക്കിക്കളയാൻ തക്കവണ്ണം അവർ പാപം ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് കനാൻ ദേശം അവിടുത്തെ സ്വജാതിക്കാരെ മാറ്റിയിട്ട് ഷേമിന്റെ, നോഹയുടെ പുത്രനായ ഷേമിന്റെ വംശത്തിൽ ഉള്ള അബ്രഹാമ്യ സന്തതികൾക്ക് പോരാ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ദാനമായി കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന് പലസ്തീൻ എന്നും കനാൻ നാടെന്നും ഒക്കെ പേര് വന്നത്. അപ്പോൾ യഥാർത്ഥ കനാൻ നാടുവാസികൾ അല്ലെങ്കിൽ പലസ്തീൻ വാസികൾ ഇപ്പോൾ പലസ്തീനികൾ എന്ന് വിളിക്കപ്പെടുന്നവരല്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഈ പലസ്തീൻ നാടിന്, ഈ കനാൻ നാടിന് എന്ത് സംഭവിക്കും? നാം കാണുന്നത് പോലെ യെശയ്യാ 26:15, 26:15 യെശയ്യാ. വേഗത്തിൽ. You have enlarged the nation, O Lord. You have enlarged the nation. You have gained glory for yourself. You have extended all the borders of the land. Enlargement of the nation. ദേശത്തെ വിസ്തൃതമാക്കി, വിശാലമാക്കി, അതിരുകളെ വിസ്താരമാക്കും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞങ്ങളുടെ അതിരുകളെ, സ്തോത്രം. യബ്ബേസിനെയും കൂടെ നമ്മൾ കൂട്ടുപിടിക്കും. യബ്ബേസിന്റെ പ്രാർത്ഥന. അപ്പൊ കർത്താവ് ഇവിടെ പറയുകയാണ്, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് എന്ത് ചെയ്യും? കനാൻ നാട് ദൈവം വാഗ്ദത്തം ചെയ്ത അത്രയും വലിപ്പത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സ്വൈരവിഹാരം നടത്തുവാനായിട്ട് കൊടുക്കും. അതാണ് നാം അവിടെ കാണുന്നത്. ഓൾസോ ഒബദായ 17-21, ഒബദ്യാവ് 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. കനാൻ അല്ലെങ്കിൽ പലസ്തീൻ നാടിന്റെ വിസ്തൃതി ദൈവം പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത അതേ വലിപ്പത്തിൽ, അതേ അളവിൽ കനാൻ അവർ കൊടുക്കും. ഒബദ്യാവ് 17 തൊട്ട് 21 വരെ, ഒരധ്യായമല്ലേ ഉള്ളൂ അന്ന്, അതുകൊണ്ട് അധ്യായം പറയാഞ്ഞത്. ഒബദ്യാവിന്റെ 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പം ഇവിടെയെല്ലാം കനാൻ നാടിന്റെ വിസ്തൃതിയാണ് പറയുന്നത്. സ്തോത്രം. ഉൽപ്പത്തി 15:18 തൊട്ട് 21 വരെ, ജെനസിസ് 15:18-21, there we see the promise of the land to Abraham. അബ്രഹാമിന് ദൈവം കൊടുത്ത
വാഗ്ദത്തമാണ് നാം അവിടെ കാണുന്നത്. ആ വാഗ്ദത്തത്തിന്റെ അനുസൃതമായുള്ള നാട് മുഴുവനും വിശാലതയോടെ ദൈവം അവർക്ക് കൊടുക്കും. മറ്റൊന്ന്, ആ സമയത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പം അത്രയില്ലെന്നേ ഉള്ളൂ, ഫെർട്ടിലിറ്റി, അതിന്റെ ഫലഭൂയിഷ്ഠത. അക്കാലത്ത് കനാൻ നാടിനെ വിളിച്ചിരുന്നത് പാലും തേനും ഒഴുകുന്ന നാടെന്നാണ്. യോർദാൻ ഇക്കരയിൽ നിന്ന് ദേശം ഒറ്റുനോക്കാൻ പോയവർ അവിടുത്തെ മുന്തിരിക്കൊല കൊണ്ടുവന്നത് ഒരാൾക്ക് എടുക്കാൻ വയ്യാത്തതുപോലെയാണ്. അത്രയ്ക്ക് ഫെർട്ടിലൈസ്ഡ് ആയിരുന്നു, അത്രയ്ക്ക് ഫലം കായ്ക്കുന്ന സ്ഥലമായിരുന്നു അത്. ഇപ്പോഴും മറ്റുള്ളിടത്തേക്ക് അപേക്ഷിച്ച് അങ്ങനെ തന്നെയാണെങ്കിലും പഴയതുപോലെ ഇല്ല എന്ന് മാത്രം. എന്നാൽ അന്ന് ഒരിക്കൽ കൂടെ കനാൻ നാടിന്റെ, ഫലസ്തീന്റെ ഫലഭൂയിഷ്ഠത പഴയതുപോലെയാകും. സ്തോത്രം. കൂടാതെ ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഇറിഗേഷൻ, അവിടുത്തെ ജലസേചന പദ്ധതി യോർദാനും ഗലീലയും മധ്യധരണയാഴി മെഡിറ്ററേനിയൻ സീയും ചാവുകടലും ഒക്കെ കൂടെ ഉൾപ്പെടുന്ന ഒരു ജലസേചന പദ്ധതിയാണ് അവിടെ ഉള്ളത്. ഇനിയും ഈ പ്രത്യേക സമയത്ത്, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വെള്ളം തിരിച്ച് ഒഴുക്കിക്കൊണ്ടാണ് പലസ്തീനെ ഫലഭൂയിഷ്ഠമാക്കിയിരിക്കുന്നത്. അതെല്ലാം ഒരു ചരിത്രമാണ്. എങ്ങനെ അവർക്ക് ഇപ്പോഴത്തെ രാജ്യം കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടേക്കൊന്നും നമ്മൾ ഇപ്പോൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല. സൂപ്പർ നാച്ചുറലായിട്ടുള്ള, പ്രകൃത്യാതീതമായ രീതിയിലാണ് ഇപ്പോഴും അവിടുത്തെ ഇറിഗേഷൻ, ജലസേചനം നടക്കുന്നത്. എന്നാൽ കർത്താവ് അവിടെ ഭരിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഖറിയ 14 verses 4, 8 and 10. സഖരിയാവ് 14-ാമത്തെ അധ്യായം 4, 8, 10 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ദ ലിവിംഗ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദ മൗണ്ട് ഓഫ് ഒലീവ്സ് will split apart, making a very wide valley running from east to west. For half the mountain will move toward the north and half toward the south. Life-giving waters will flow out from Jerusalem, half toward the Dead Sea and half toward the Mediterranean, flowing continuously both in winter and in summer. All the land from Geba, the northern border of Judah, to Rimmon, the southern border, will become one vast plain. ഇപ്പൊ നമുക്കറിയാം, യോർദാനിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. എങ്കിലും ഒന്ന് ഗലീലക്കടലിൽ പതിച്ച് വളരെ ഫലഭൂയിഷ്ഠത, മത്സ്യസമ്പത്തൊക്കെ ഉണ്ടാക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ചാവുകടലിലേക്ക് പോകുന്നത്, ഡെഡ് സീ. അവിടെ ജീവനേ ഇല്ല. എന്നാൽ ഈ പ്രത്യേക സമയത്ത് കർത്താവ് ഒലിവുമലയിൽ വരുമ്പോൾ ഒലിവുമല കിഴക്കു പടിഞ്ഞാറായിട്ട് പിളർന്നു പോകുകയും അവിടെ താഴ്വര ഉണ്ടാവുകയും, നാം ഇപ്പോൾ വായിച്ചതുപോലെ ലൈഫ് ഗിവിംഗ്
വാട്ടേഴ്സ് വിൽ ഫ്ലോ. ജീവജലം അവിടെ നിന്നും ഒഴുകി പകുതി ചാവുകടലിൽ പതിക്കും. ചാവുകടലിൽ പതിക്കും. അതിനെ സംബന്ധിച്ചാണ് നാം യഹസ്കേലിൽ വായിക്കുന്നത്. ഈ വെള്ളം ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. സ്തോത്രം. ഓക്കെ, ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. അപ്പൊ ചാവുകടലിൽ പോലും ജീവന്റെ തുടിപ്പുണ്ടാകുമെന്നാണ് നാം അവിടെ വായിക്കുന്നത്. ചാവുകടലിൽ പോലും ജീവന്റെ തുടിപ്പുണ്ടാകും. അപ്പോൾ അന്ന് എങ്ങും ഒരു ദോഷവും ചെയ്യാത്തതുപോലെ കാര്യങ്ങളെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന സമയത്ത് പലസ്തീൻ നാട് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതുപോലെ മോശയോടൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതേ വലിപ്പത്തിൽ അവർക്ക് കിട്ടും. ഇന്ന് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ അവരുടെ പക്കലുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് ഇസ്രായേലിന്റെ യുദ്ധം 2 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവരുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരിക്കൽ അവർ അവകാശപ്പെടുത്തിയിരുന്ന ആ കനാൻ നാട് മുഴുവനും അവർക്ക് ലഭിക്കുക. 2, ദേവാലയം പണിയുക. ഈ 2 ആവശ്യങ്ങളാണ് അവർക്കുള്ളത് പ്രധാനമായും. കാത്തിരിക്കുക. യേശുക്രിസ്തു രാജാവായി വാഴുന്ന സമയത്ത് ഇത് സംഭവിക്കും. എന്നിട്ട് അവിടുത്തെ ഫലഭൂയിഷ്ഠത, അതാണ് നാം കാണുന്നത്. വീണ്ടും നാം നോക്കിയാൽ ജോയേൽ 3:18, യോവേൽ 3:18 നാം ഇതേ സംബന്ധിച്ച് കാണുന്നുണ്ട്. എസേക്കിയേൽ chapter 47, 8, 9 and 12, യഹസ്കേൽ 47 അധ്യായം 8, 9, 12 വാക്യങ്ങളിലും നാം ഇത് കാണുന്നു. കനാൻ നാടിന്റെ അന്നത്തെ അവസ്ഥയാണ് നാം ഈ കണ്ടത്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊരു പ്രവചനമുണ്ട്, നമുക്കറിയാമായിരിക്കുമല്ലോ. അവൻ വന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് കുന്നായിട്ടുള്ളതൊക്കെ താഴുകയും താഴ്വരകളൊക്കെ നികന്നു വരികയും എല്ലാ മലയും കുന്നും താഴും. കേൾക്കാവോ? വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന് വഴിയായി തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. സ്തോത്രം. ഭൂമിശാസ്ത്രപരമായി വരുന്ന മാറ്റം അത് യോഹന്നാന്റെ ശുശ്രൂഷാകാലത്തോ യേശുക്രിസ്തുവിന്റെ 1ാമത്തെ വരവിലോ സംഭവിച്ചില്ല. ആത്മീയ അർത്ഥത്തിൽ നിറവേറി, അക്ഷരീയ അർത്ഥത്തിൽ അത് നിറവേറിയില്ല. അത് സംഭവിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഭൂമി, പ്രത്യേകിച്ച് പലസ്തീൻ, നിരപ്പുള്ളതായിത്തീരും. ഈ നിലകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നദിയുടെ ദിശ പോലും മാറും. ചാവുകടലിൽ ജീവനുണ്ടാകും. ഡെഡ് സീ വിൽ പ്രൊഡ്യൂസ് ലൈഫ്. സ്തോത്രം. ഇതാണ് പലസ്തീന്റെ ഭൂപ്രകൃതി. നൗ അബൌട്ട് ജെറൂസലേം. യെരുശലേമിനെ കുറിച്ച് നോക്കാം. The holy city Jerusalem will be the capital of
the emperor Christ Jesus. ചക്രവർത്തിയായ യേശുക്രിസ്തുവിന്റെ ഭരണസിരാ കേന്ദ്രമായിരിക്കും, തലസ്ഥാനമായിരിക്കും യെരുശലേം. And Jerusalem will be the center of worship. അക്കാലത്ത് ആരാധനാ കേന്ദ്രമായിരിക്കും യെരുശലേം. ആരാധനാ കേന്ദ്രം. മീഖ 4:1, മൈഖ 4:1. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. സകല വംശങ്ങളും ചെന്ന് വരുവേൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സ്തോത്രം. യെരുശലേം മാത്രം മറ്റെല്ലാറ്റിൽ നിന്നും ഉയർന്നു നിൽക്കും. യഹോവയുടെ ആലയം ഉള്ള പർവ്വതം ജെറൂസലേം, യഹോവയുടെ ആലയമുള്ള പർവ്വതം. അത് മറ്റെല്ലാ ഇടങ്ങളെക്കാളും ഉയർന്നു നിന്ന് ഒരു പിൽഗ്രിമേജ്, ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാകും. കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ കാണാൻ ഒക്കെ ജാതികളും ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നു ചേരും. യെശയ്യാ 2:2-3, ഐശയ്യാ ചാപ്റ്റർ 2 വേഴ്സസ് 2 and 3, അവിടെയും നമ്മൾ ഇതേപോലെ കാണുന്നുണ്ട്. സ്തോത്രം. അതിന്റെ തുടക്കം ഒന്ന് വായിച്ചോളൂ. In the last days, the mountain of the Lord's temple will be established. As chief among the mountains, it will be raised above the hills, and all nations Enough. Jerusalem will be the very attraction of that time. The greatest attraction. ആ നിലകളിൽ യെരൂശലേമിന്റെ മഹത്വം വലുതായിരിക്കും. സ്തോത്രം. അടുത്തത് നമ്മൾ കാണുന്നത് സെഖരിയാവ് 14:10 വാക്യത്തിലാണ്. നമ്മൾ നേരത്തെ അത് കണ്ടിരുന്നു. സെഖരായ 14:10. The city will occupy an elevated site. Jerusalem will occupy an elevated site. ഒരു പ്രധാന കാഴ്ചയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഇടമായി യെരുശലേം നഗരം തീരുമെന്നാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. ഉന്നതമായി സ്വസ്ഥാനത്ത് നിൽക്കുന്ന ഇടമായി തീരും. മറ്റൊന്നാണ് നാം കാണുന്നത്, the city will be 6 miles in circumference. In the time of Christ, the city was about 4 miles. കർത്താവായ യേശുവിന്റെ നോക്കിക്കെ, എസെക്കിയേൽ 48:35, യെഹെസ്കേൽ 48:35. The distance all around will be 18,000 cubits, and the name of the city from that time on will be, the Lord is there. സ്തോത്രം. അതിന്റെ ചുറ്റളവ് 18,000 മുഴം ആകും. 18,000 മുഴം. യഹോവ ശമ്മ,
നമുക്കറിയാവുന്ന ഒരു പേരാണല്ലോ അത്. അതായത് പറയുന്നത്, സ്തോത്രം, 6 miles in circumference. യേശു കർത്താവിന്റെ കാലത്ത് അത് 4 മൈലേ ഉണ്ടായിരുന്നുള്ളൂ. 2 മൈലും കൂടെ കൂടും സിറ്റിയുടെ വലിപ്പം. പിന്നെ അതിന്റെ പേരാണ് നാം അതേ വാക്യത്തിൽ കണ്ടത്, യഹോവ ശമ്മ. അർത്ഥം യഹോവ അവിടെ. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. കൂടാതെ അന്ന് ഭൂമി മുഴുവനും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ശാപവും കാര്യങ്ങളും എല്ലാം മാറി ഇപ്പോഴത്തെ ഭൂപ്രകൃതിയിൽ നിന്നും വ്യത്യസ്തത കൈവരിക്കും. പല ഉയർന്ന സ്ഥലങ്ങളും താണ സ്ഥലങ്ങളും പൊങ്ങി ഒക്കെ വരും. അങ്ങനെയുള്ള ഒരു പ്ലെയിൻ ഏരിയ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുകൊണ്ട് അവിടേക്ക് ഇനിയും പോകുന്നില്ല. ഈ നിലയിൽ ഭൂമിയും പ്രത്യേകിച്ച് പലസ്തീനും യെരുശലേമും കർത്താവിന്റെ ഭരണകാലത്ത് ഏറെ ഉന്നതികളിലായിരിക്കും. കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രസക്തം. യഹോവ ശമ്മ. സ്തോത്രം. യഹോവ അവിടെ ഉണ്ട്. ഇതാണ് ഭൂപ്രകൃതി ആ സമയത്തേത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും നമുക്ക് നോക്കാനുള്ളത് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഉള്ള മതപരമായ അവസ്ഥയെക്കുറിച്ച്, ദ റിലീജിയസ് സ്റ്റേറ്റ് ഓഫ് ദ മില്ലേനിയം. സ്പിരിച്വൽ സ്റ്റേറ്റ് നമ്മൾ നോക്കി, അത് പൊതുവായിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ദ റിലീജിയസ് സ്റ്റേറ്റ്. അവരുടെ സഹസ്രാബ്ദത്തിലെ യെരുശലേമിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മതപരമായ അവസ്ഥ. നമ്മൾ ഒരു കാര്യം കണ്ടു, there will be unified worship. അന്ന് ഏകീകൃതമായ ആരാധനാ രീതിയായിരിക്കും ഉള്ളത്. ഏകീകൃത ആരാധനാ രീതി. ഇപ്പൊ പല ദൈവങ്ങൾ, പല ആരാധനകൾ ഒന്നുമില്ല. ഒറ്റ ഒരു ആരാധന, ഒറ്റ ദൈവം, ഏകദൈവം. അതിൽ യെശയ്യാവിൽ നമ്മൾ പ്രവചനപരമായ കാര്യങ്ങൾ കാണുന്നു. ദാനിയേലിൽ രാജകീയമായ കാര്യങ്ങളും യഹസ്കേലിൽ പൗരോഹിത്യപരമായ കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ ഐശയ്യ we see in a prophetical way, in Daniel in royal manner, and in Ezekiel in terms of prophecy. Ezekiel prophecy. Yeah. Isaiah prophecy. Ezekiel priestly. പൗരോഹിത്യപരമായിട്ട്. യെശയ്യാവിൽ പ്രവചനപരമാകും. ദാനിയേൽ രാജകീയവും യഹസ്കേലിൽ
പുരോഹിതപരവും അഥവാ പൗരോഹിത്യപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ മതപരമായ രീതി, ഒറ്റ മതം അല്ലെങ്കിൽ ഒറ്റ വിശ്വാസം, അതിനെ നമുക്ക് മെസ്സിയാനിക് റിലീജിയൻ എന്ന് വിളിക്കാം. അന്ന് ഒറ്റ മതം, ഒറ്റ വിശ്വാസം, ഒറ്റ ആരാധന, അതിനെ നമുക്ക് മശിഹ മതമെന്നോ മശിഹ ആരാധനയെന്നോ മശിഹ ആത്മീയതയെന്നോ ഒക്കെ വിളിക്കാം. യിരെമ്യാവ് 31 തൊട്ട് 36 വരെ, ജെറമായ 31 to 36 and Malachi 1 verse 11. മലാഖി 1:11 വാക്യം. ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് എ യൂണിഫൈഡ് മെസ്സിയാനിക് വർഷിപ്പ്. മശിഹ മാത്രമാണ് എല്ലാവർക്കും ആരാധ്യൻ. വേറെ ഒരു മതവും ആരാധനയും ദൈവങ്ങളും ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ദൈവീക പരിജ്ഞാനവും ദൈവമഹത്വവും സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. The knowledge of God and the glory of God will encompass the city or even the earth, we can say. Isaiah 11 verse 9 and Habakkuk 2 verse 14. Habakkuk 2:14, യെശയ്യ 11:9. ഇവിടങ്ങളിലൊക്കെ നാം ഈ കാര്യമാണ് കാണുന്നത്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പരിജ്ഞാനവും കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കും. Salvation will be in its fullness for all. രക്ഷ എല്ലാവർക്കും അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കും. രക്ഷ എല്ലാവർക്കും അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കും. ഐശയ്യ 52 verse 7, യെശയ്യ 52:7 വാക്യം. 7 10 ഉണ്ട്. 7 10, 7 and 10. And also Zechariah 8:22, സെഖരിയാവ് 8:22. And Jews will become missionaries to the Gentiles. ജാതികളുടെ ഇടയിൽ യഹൂദന്മാർ മിഷണറിമാരായി പ്രവർത്തിക്കും. മിഷണറിമാരെ പോലെ ജാതികളോട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, മശിഹായിങ്കിലേക്ക് തിരിയുക എന്ന് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കും. യെശയ്യ 40:9, യെശയ്യ 40 verse 3, 40 verse 9, 9, not 3, 9, 9 വാക്യം. 52 verse 7 again, 52:7 വാക്യം. 61 verse 6, 61:6 വാക്യം. And Zechariah 8:23, സെഖരിയാവ് 8:23. ഇവിടങ്ങളിലൊക്കെ നാം ഈ അവസ്ഥ കാണുന്നുണ്ട്. യഹൂദന്മാർ മറ്റുള്ളവരോട്
കർത്താവിനെ കുറിച്ച് പറയുന്ന, കർത്താവിലേക്ക് തിരിക്കുന്ന അവസ്ഥകൾ. ഇപ്പൊ ഭൂമിക്ക് പോലും, ഭൂപ്രകൃതിക്ക് പോലും മാറ്റമുണ്ടാകുന്ന അവസ്ഥ. നമ്മുടെ കർത്താവിനോടുകൂടെ നാമും തേജസ്സിൽ വെളിപ്പെടുന്ന അവസ്ഥകളാണ്. നമുക്ക് നമ്മുടെ പ്രത്യാശയെ പുതുക്കാം. ഇതിനൊക്കെ വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. നീങ്ങിപ്പോകാനുള്ളതിന് വേണ്ടി നീങ്ങിപ്പോകുന്നത് തിടുക്കത്തോടെ ഒരുങ്ങുമ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നാമും വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരങ്ങളാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.